ഹലോ മച്ചാമാരെ, എല്ലാ പുലിക്കുട്ടികൾക്കും നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുണ്ടോ? ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ട്രേഡിങ് എങ്ങനെ എടുക്കാം, ഇല്ല എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ കമൻറ്റിൽ പലരും ചോദിച്ചാൽ മറ്റേ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ വരച്ചെടുക്കാം, പിന്നെ നല്ല സ്റ്റോക്കുകൾ എങ്ങനെ നമുക്ക് നോക്കിയെടുക്കാം, ഇതിൽ CPRൻ്റെ പരിപാടികൾ എന്തൊക്കെയാണ്, ഐഫോണിൻ്റെ എംബ്ലം ആണോ, നമ്മുടെ ഐഫോണിൻ്റെ കൊടുക്കുന്ന സാധനമുണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ ആരോ, അത് ആവശ്യമുള്ള സമയത്ത് ഞാൻ എടുക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, CPRനെ കുറിച്ചും പറയുന്നുണ്ട്. ഈ സംഭവം ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണം കേട്ടോ. എന്നാലാണ് നമുക്കത് ഇനിയും അങ്ങോട്ടുള്ള വീഡിയോസിലേക്ക് ഒരു പ്രചോദനമുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട തന്നെ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടതിൽ കൂടുതലും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എനിക്ക് താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ധൈര്യമുണ്ട്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് CPRൻ്റെ കാര്യങ്ങൾ പറയാം. അതിന് IRCTC എടുത്തിട്ടുണ്ട്, ഇന്ത്യൻ റെയിൽവേയുടെ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, CPR എങ്ങനെ എടുക്കാമെന്നുള്ള ഞാൻ കാണിച്ചു തരാം. CPR എന്ന് പറഞ്ഞാൽ സെൻട്രൽ പിയർഡ് റേഞ്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതേ FX കണ്ടോ, ഞാൻ ആരോ വെച്ചേക്കുന്ന നോക്ക്, FX. ആ FXൽ ക്ലിക്ക് ചെയ്യാം. ആ FXൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടോ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളതുണ്ട്, ആവശ്യമില്ലാത്തതുണ്ട്. ഒരു ഇൻഡിക്കേറ്ററും നമുക്ക് ആവശ്യമില്ല, ഇതൊക്കെ ചെറിയൊരു റെഫറൻസിന് വേണ്ടി വയ്ക്കാവുന്നേ ഉള്ളൂ. സെൻട്രൽ പിയർഡ് റേഞ്ച്, അതാണ് CPRൻ്റെ ഫുൾ ഫോം. സെൻട്രൽ നിന്ന് അടിച്ചാൽ മാത്രമേ അപ്പം തന്നെ കണ്ടോ സെൻട്രൽ പിയർഡ് റേഞ്ച്. അത് എടുക്കുമ്പോൾ കണ്ടോ 3 ലൈൻ വന്നേക്കുന്നുണ്ടോ. CPR എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് എന്നോട് കമൻറ്റ് ചോദിച്ചിരുന്നത്, അതിനുള്ള ഉത്തരമാണ് ഈ പറയുന്നത്. സെൻട്രൽ പിയർഡ് റേഞ്ച്. ഓക്കെ, ഈ സാധനം എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തുന്ന 3 ലൈൻ കണ്ടോ, ആ 3 ലൈനിൽ ചിലപ്പോൾ ഏറ്റവും അടിയിലത്തെ ലൈൻ തൊട്ടിട്ട് ചിലപ്പോൾ താഴേക്ക് വരാം, ചിലപ്പോൾ എൻ്റെ മേളിൽ ലൈൻ തൊട്ടിട്ടേ താഴേക്ക് വരൂ. ഇപ്പോൾ എൻ്റെ ഏറ്റവും മേളത്തെ ലൈൻ തൊട്ട് താഴേക്ക് വന്ന് കണ്ടോ, ഇതൊക്കെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ ഒരു ചെറിയൊരു റെഫറൻസിന് യൂസ് ചെയ്യാവുന്നുള്ളൂ. ചിലപ്പോൾ ഏറ്റവും മേളിലത്തെ ലൈൻ ടച്ച് ചെയ്ത് വീണ്ടും മേളിലേക്ക് പോയിന്ന് വരാം, അതിലൊന്നും വലിയ അർത്ഥമില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ, CPR എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടൊന്ന് റെഫറൻസിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു VWAP എന്ന് പറഞ്ഞ സാധനം കൂടി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സെൻട്രൽ ഞാൻ ക്ലോസ് ചെയ്തു, വീണ്ടും ഒരു വട്ടം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. വീണ്ടും FXൽ പോവുക, സെൻട്രലിൽ നിന്ന് എത്ര അടിച്ചാൽ മതി അപ്പോൾ തന്നെ അവിടെ വരും. സെൻട്രലിൽ ക്ലിക്ക് ചെയ്യുക, കേട്ടോ ആ 3 ലൈൻ വന്നാൽ കണ്ടോ. ഇത് അല്ലാതെ തന്നെ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ, അത് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, അല്ലാതെ നമുക്ക് വരച്ചെടുക്കാം, ഞാൻ കാണിച്ചു തരാം. അത് ഇപ്പോൾ CPRൻ്റെ ലൈൻ കണ്ടോ, അപ്പോൾ അത് ബാക്കിലോട്ടും 3 ലൈനൊക്കെ പോയിട്ടുണ്ട്, മേളിൽ 3 ലൈനുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് 3 ലൈനുണ്ട്. അതൊക്കെ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് ഇതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്തേക്കണ ഇറങ്ങുകൊണ്ടാണ് മേളിലൊക്കെ കാണിച്ചേക്കുന്നത്. ഇപ്പോഴത്തെ ലൈനിലുള്ള 3 എണ്ണമാണ്, ഇപ്പോഴത്തെ സ്റ്റോക്കിലുള്ള 3 ലൈനാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് VWAP എടുക്കാം. ഇത് ക്ലിയർ ചെയ്യുക. VWAP കണ്ടോ, ഒരുപാട് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതൊക്കെ ഈ പലരും നമ്മളോട് പറഞ്ഞത് പല ആവശ്യങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിലും ഒന്നും ഇതിനകത്ത് നമുക്കൊരു റെഫറൻസിന് വേണ്ടി ജസ്റ്റ് എടുക്കാമെന്നല്ല, വേറൊരു ഗുണമില്ല. VWAP കണ്ടോ, ഒരു ചുവന്ന ലൈൻ വന്നുണ്ടോ, നമുക്കതിൻ്റെ കളർ മാറ്റാം. എനിക്ക് ചുമപ്പ് തന്നെ നമുക്ക് നല്ല ലക്ഷണമാണ്. എന്നാലും ഞാൻ എപ്പോഴും അങ്ങനെ എല്ലാത്തിനും ചുമപ്പ് യൂസ് ചെയ്യാറില്ല. ചിലതിനൊക്കെ ഞാൻ കളർ മാറ്റും. സെറ്റിങ്സ് കയറുക, ആ ചുമപ്പിൽ ക്ലിക്ക് ചെയ്യുക. ചുമപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കട്ടെ, ബ്ലൂ ലൈൻ കൊടുക്കാം. ബ്ലൂ ആയില്ല, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് കയറുക, റെഡിൽ ക്ലിക്ക് ചെയ്യുക, ബ്ലൂ ലൈൻ ഡൺ കൊടുക്കുക. കണ്ടോ, അത് ബ്ലൂ ലൈനായി. ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ലൈനിൽ എനിക്ക് വേറെ ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഗ്രീനാണ് വേണമെങ്കിൽ ഗ്രീൻ ആക്കാമെന്നാ. കണ്ടോ, ഗ്രീനായി. എനിക്കെപ്പോഴും ഇഷ്ടം ബ്ലൂ ലൈൻ തന്നെയാണ്. എനിവേ, ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ബ്ലൂവിനാക്കിയിട്ട് തന്നെ സംസാരിക്കാൻ നല്ലത്, എന്നാലേ എനിക്കൊരു സമാനം വരുള്ളൂ. ഓക്കെ, ഈ VWAPനെ കുറിച്ചിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ VWAP താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ മുകളിലേക്ക് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക്. ഈ മറ്റുള്ളവർ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. VWAP താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് മുകളിലോട്ട് പോകും. VWAP മുകളിലാണ് വരുന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് താഴേക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിൽ കണ്ടോ ഈ VWAP മുകളിൽ വരുമ്പോൾ ഇൻഡിക്കേറ്റർ താഴേക്ക് ഇറങ്ങി വരുന്നത്. സംഭവം അങ്ങനെയല്ല കേട്ടോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ മേളിലോട്ട് പോകുന്നതുകൊണ്ടാണ് VWAP താഴെ വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് താഴോട്ട് പോകുന്നതുകൊണ്ടാണ്
ഈ മേളിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ അതാണ് അതിൻ്റെ കഥ. ഞാൻ എന്നിട്ട് എന്തിനാണ് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ മേളിലേക്കാണോ താഴോട്ടാണോ പോകുന്നത് ജസ്റ്റ് ഇൻഡിക്കേറ്റർ നോക്കാതെ എനിക്കറിയാൻ വേണ്ടി മാത്രം വയ്ക്കുന്ന സാധനമാണിത്. ഓക്കെ, അല്ലാതെ ഇതിന് വേറെ ഞാൻ CPR എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. CPR കാരണം എന്താ വെച്ചാൽ ഇത് സപ്പോർട്ട് ഈ ലൈനിലൊക്കെ ടച്ച് ചെയ്തിട്ട് മേളിലോട്ടാണോ താഴോട്ടാണോ പോകണമെന്ന് അറിയാൻ വേണ്ടി മാത്രം വയ്ക്കുന്നതാണ്. നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന സ്റ്റോക്ക് IRCTCയുടെ ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഈ CPR അല്ലാതെ തന്നെ നമുക്ക് സപ്പോർട്ട് ലൈനും കാര്യങ്ങളൊക്കെ വരയ്ക്കാം കേട്ടോ. സപ്പോർട്ട് ലൈനും റെസിസ്റ്റൻസും വരയ്ക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യമേ CPR ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഉണ്ടോ CPR ഇല്ല. നമുക്കിതെങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് വരച്ചെടുക്കാൻ നോക്കാം. ഓക്കെ, ഇതേ ആരോ നിൽക്കുന്നത് പെൻസിലിൻ്റെ ബട്ടൺ കണ്ടോ, ഇതെൻ്റെ ആരോ വെച്ചേക്കുന്നുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ല സെലക്ട് ടൂൾ എടുക്കുക, നേരെ താഴോട്ട് ദേ വെക്കണം. ഹൊറിസോണ്ടൽ കണ്ടില്ലേ, ഹൊറിസോണ്ടൽ വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ ഇത് എവിടെ ഇത് കണ്ടോ, അത് ഞാൻ ആ മൂവ് ചെയ്യുന്ന നോക്കി നമുക്ക് ഇവിടെ ഒരു ക്ലിക്ക് വേണം. അവിടെ ഒരു ഡബിൾ ടാപ്പ് കണ്ടോ, അവിടെ ലൈനായി. ഇനി വേണമെങ്കിൽ വേറൊരു മേളിൽ ഇവിടെ ഒരു ഡബിൾ ടാപ്പ് വയ്ക്കുക. കണ്ടോ, അവിടെ ഒരു ലൈനായി. അതിൻ്റെ മേളിൽ നമുക്ക് ഇവിടെ ഒരു ഡബിൾ ടാപ്പ് വയ്ക്കാം. അവിടെ ഒരു കണ്ടോ, നമുക്കിത് ഇഷ്ടമുള്ളത് ഇവിടെ വയ്ക്കാം. ഡബിൾ ടാപ്പ് അവിടെ ഇരിക്കട്ടെ, ഇത് എവിടെ ഇരിക്കട്ടെ ഒരെണ്ണം. നമുക്ക് എവിടെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ലൈൻ വയ്ക്കാം. സപ്പോർട്ട് ലൈൻ റെസ്റ്റിന് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വരയ്ക്കാം. ഇതിന് CPR ഉപയോഗിക്കണമെന്നില്ല. ഞാൻ ഇത് കണ്ടോ, അത് എത്ര ബാക്കോട്ട് പോയാലും ആ ലൈൻ അവിടെ തന്നെ ഉണ്ടാവും. അത് മുന്നോട്ട് പോകുമ്പോഴും ആ ലൈൻ അവിടെ ഉണ്ടാവും. കണ്ടോ, മുന്നോട്ടും ആ ലൈൻ ഉണ്ടാവും. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാൻ CPR മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഇതൊന്നും ഡിലീറ്റ് ചെയ്യാം. അതിൽ തൊട്ടാൽ സെറ്റിങ്സ് എടുക്കുക, ഡിലീറ്റ് ചെയ്യുക. ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും CPR യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോഴത്തെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. അത് ശരിക്കും ഇതിൻ്റേതായ ഒരു ഗുണം ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല. കാരണം ആ ഗുണം നമുക്ക് എപ്പോഴും ഉറപ്പിക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി മാത്രമേ അത് വയ്ക്കാറുള്ളൂ. നിങ്ങളും അത് അത്രേ അതിന് കാണാവുള്ളൂ. അതിൽ കൂടുതൽ അതിനകത്തത്ര ഒരു ഇത് കാണിക്കരുത്. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാ ആ ലൈനിൽ തൊടുക, ആ പെൻസിലിൻ്റെ ബട്ടണിൽ തൊടുക, സെലക്ട് ടൂൾ എടുക്കുക, ബാക്കോട്ട് പോവുക, ഹൊറിസോണ്ടൽ സെലക്ട് ടൂൾ എടുക്കുക, ഹൊറിസോണ്ടൽ എവിടെയാണെന്ന് നോക്കുക. ഹൊറിസോണ്ടൽ ബാക്കോട്ട് പോവുക, ഇതാ ഹൊറിസോണ്ടൽ. ഇപ്പോൾ അവിടെ പ്ലസ് പോലെ സാധനം കണ്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും ഡബിൾ ടാപ്പ് ചെയ്താൽ ആ ലൈൻ വരും. ഇതാ ഇവിടെ അല്ലേ ഡബിൾ ടാപ്പ്. വേറെ എവിടെയും വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് സാധനം സെലക്ട് ചെയ്യാം. അതാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുക്കാനുള്ള ടൂള്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഡൗട്ട് മാറിയില്ലേ. ഇതൊക്കെ നമുക്ക് റെഫറൻസിന് എടുക്കാമെന്നുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈനിലൊക്കെ ടച്ച് ചെയ്ത് സാധാരണ മുമ്പ് താഴോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അതൊന്ന് പരീക്ഷണത്തിന് വേണ്ടി ജസ്റ്റ് റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, ഞാൻ CPR തന്നെ എടുത്തു വയ്ക്കാം. കാരണം ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത് CPR ആണ്. കാരണം അതാകുമ്പോൾ അന്നത്തെ ദിവസത്തേക്കുള്ള സാധനം മാത്രം കറക്റ്റായിട്ട് കാണിക്കും. അതാണ് നമുക്ക് വേണ്ടതും. ഇന്നത്തെ ദിവസം 7:22 തുടങ്ങി. ഓക്കെ, ആരോ ഉണ്ടോ 7:22 തുടങ്ങിയപ്പോൾ ഉള്ളൊരു മൂവ്മെൻറ്റ് നോക്കി. താഴേന്ന് ഏറ്റവും മേളിലേക്ക്. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഒരിക്കലും സ്കാൽപ്പിങ്ങിൽ കയറി അറ്റൻഡ് ചെയ്യരുത് കേട്ടോ. കാരണം സ്റ്റാർട്ടിങ്ങിലുള്ള ആദ്യത്തെ ഒരു 15 മിനിറ്റ് തൊട്ട് പിന്നത്തെ ഒരു 45 മിനിറ്റ് വരെയുള്ള കണക്കുകളെന്ന് പറഞ്ഞതുണ്ടോ, ബാക്കോട്ടുള്ള കണക്ക് നോക്കി. ഏറ്റവും ബാക്കിൽ നിന്ന് തൊട്ട് നെക്സ്റ്റ് ഡേ ഉണ്ടോ, അവൻ ഒറ്റയടിക്ക് മേലോട്ട് കയറിയിട്ട് പിന്നെ വന്നിട്ട് നമ്മളിത് മേളിലേക്ക് അരിക്കുന്നതായിരിക്കുമ്പോൾ പിന്നെ എല്ലാം അവൻ താഴോട്ട് എവിടെ വരെ വന്നു നോക്ക്. അപ്പോൾ ഈ ട്രേഡിങ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റ് തൊട്ട് 45 മിനിറ്റ് വരെയുള്ളത് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതൊരു തികച്ചും ക്രൂഷ്യലായിരിക്കും. നമുക്കത് ചിന്തിക്കാനേ പറ്റില്ല. അവനത് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചുമ്മാ ഒരു ഗാംബ്ലിങ് പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതല്ലാതെ അതിനൊരു നിശ്ചിതമായിട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിലും ഞാൻ അത്യാവശ്യം കളിക്കാറുണ്ട്. അത് ഞാൻ നിങ്ങളിപ്പോൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം. ഓക്കെ, നമ്മളുടെ പേപ്പർ ട്രേഡ് ഞാൻ പറഞ്ഞ ഒരുപാട് കേമന്മാരുണ്ട്. അവന്മാരൊന്നും ഒരു അറിവില്ല. അതെല്ലാം തന്നെ ഞാൻ പൊക്കണുണ്ട്. കുറച്ച് കഴിയട്ടെ. പേപ്പർ ട്രേഡ് ചെയ്യാൻ പറയാനും ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ മടിയാണല്ലോ. എന്തിനാ പേപ്പർ ട്രേഡ് ചെയ്ത് സമയം കളയണമെന്നുള്ള ഇതാണ് എല്ലാവർക്കും. ശരി, നിൽക്കട്ടെ, കുഴപ്പമില്ല. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം കണ്ടോ, ആ ഡേറ്റ് തുടങ്ങി അന്നുള്ള ദിവസം നോക്കി. ആ ലൈൻ കണ്ടോ, ആ ഡേറ്റ് നോക്കണ്ടോ, അവനത് തുടങ്ങി അന്നത്തെ ആ ലൈൻ നോക്കി. നേരെ താഴോട്ട് അങ്ങേ അറ്റത്തിട്ട് പിന്നെ വീണ്ടും മേളിലോട്ട്, വീണ്ടും താഴോട്ട്. അപ്പോൾ ഈ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ഒരു 15 മിനിറ്റ് തൊട്ട് ഒരു 45 മിനിറ്റ് വരെയുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് തികച്ചും ക്രൂഷ്യൽ. നമുക്ക് ഒരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നല്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.
കാരണം അങ്ങനെയൊക്കെയാണ് മൂവ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുക. ഈ ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോൾ ട്രേഡ് എടുക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് തൊട്ട് 45 മിനിറ്റ് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് തികച്ചും ക്രൂഷ്യലാക്കി. നമുക്ക് എന്തായാലും CPR എടുക്കാം. ബാക്ക് ചെയ്യാം. സെൻട്രൽ പിവറ്റ് റേഞ്ച്, യെസ്, അതെടുത്ത് വയ്ക്കാം. ഇത് നോക്കിയേ, ഏറ്റവും താഴേന്ന് കയറി മേളിലെ ലൈൻ ടച്ച് ചെയ്തു, പിന്നെ താഴെ വന്നു, വീണ്ടും സെൻട്രൽ ലൈൻ ടച്ച് ചെയ്ത് ഞാൻ മേളിലോട്ട് കയറുന്നില്ല. അതിനർത്ഥം എൻ്റെ പ്രഡിക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് ഇറങ്ങുന്നുള്ളതാണ്. വീണ്ടും താഴോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ വീണ്ടും താഴോട്ട് ഇറങ്ങി തൊട്ട് താഴത്തെ ലൈൻ ടച്ച് ചെയ്തിട്ട് വീണ്ടും താഴോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സെല്ലടിക്കാം. അതല്ല, വീണ്ടും താഴേക്കൊന്ന് ഏറ്റവും താഴെയുള്ള ലൈൻ ടച്ച് ചെയ്തിട്ട് പിന്നെ പച്ച കത്തി മേളിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിക്കാൻ നമുക്ക് അത് ബൈ അടിക്കേണ്ടതെന്നുള്ളത് പ്രഡിക്ഷൻസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീണ്ടും മേലോട്ട് പോകാനിരുന്നതാണെങ്കിൽ സെൻട്രൽ ലൈനിൽ നിന്ന് വീണ്ടും പോയിട്ടില്ല. അതിന് ആ ടച്ച് ചെയ്യാതെ തന്നെ ഒരുപാട് വൈഡായിട്ട് കയറിയിട്ടാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ ഞാൻ മാർക്കറ്റ് മാത്രമേ എടുക്കാറുള്ളൂ. കണ്ടോ, ലിമിറ്റ് ഉണ്ട്, SL ലിമിറ്റ് ഉണ്ട്, SL മാർക്കറ്റ് ഉണ്ട്. ഞാൻ മാർക്കറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് വേണ്ടത് അതാണ്. അപ്പോൾ മാർക്കറ്റിൽ എങ്ങനെയാണോ ട്രേഡ് പോകുന്നത് നമുക്ക് അതാണ് വേണ്ടത്. ഓക്കെ, നിങ്ങളും അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ ഞാൻ പറയുന്നില്ല, ഞാൻ ഫോളോ ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, IRTC. പിന്നെ വേറെ ഒരെണ്ണം നോക്കുകയാണെങ്കിൽ ABC ക്യാപിറ്റൽ. അത് കണ്ടോ, അവൻ മുമ്പോട്ടുള്ള താഴോട്ടുള്ള രീതിയിൽ ഇതൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവനെ എങ്ങനെ പോകുന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ്റെ മൂവ്മെൻറ്റ് കണ്ടില്ലേ, മേലേക്കില്ല താഴേക്കില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കയറി സ്റ്റോക്ക് എടുക്കരുത്. ഓക്കെ, ഇന്നത്തെ ദിവസം 10:02 ബഹ്റിൻ ടൈമാണ് കേട്ടോ, 10:02. ഈ സമയത്ത് ഇതിങ്ങനെ കാണിച്ചു തന്നായി. കാരണം ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ കയറി സ്കാൽപ്പിങ്ങിന് ഉപയോഗിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇവൻ താഴോട്ടാണോ മേലോട്ടാണോ പോകണം നമുക്കറിയാൻ പറ്റില്ല. ഇതിങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ ട്രേഡ് എടുക്കണതിൻ്റെ ബ്രോക്കർ ഫീയും മറ്റ് സംഭവങ്ങളെല്ലാം നമ്മൾ കൊടുക്കുകയും വേണം. ഇതിന് നമുക്ക് പ്രോഫിറ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡുകൾ നമ്മൾ എടുക്കരുത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോർണിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, മോർണിംഗ് നമ്മളൊരു 15 മിനിറ്റ് വരെ 45 മിനിറ്റ് വരെ നമ്മൾ ഇതിനകത്ത് ഒരു കളിയും കളിക്കരുത്. കാരണം ആ സമയത്ത് ഓടുന്ന മൂവ്മെൻറ്റ്സ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു ഗാംബ്ലിംഗ് പോലെ അത് എപ്പോൾ വേണമെങ്കിലും മേലോട്ടും താഴോട്ടൊക്കെ വരാം. കണ്ടോ, കഴിഞ്ഞ ദിവസത്തെ ട്രേഡിങ് നോക്കി നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ഒരൊറ്റ വരവാ താഴോട്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ മേലോട്ട് കയറി നോക്ക്, ഏറ്റവും താഴെ നോക്ക്, ആ മേലോട്ട് ഒരൊറ്റ വരവ് വന്നിട്ട് ആ ലൈൻ ടച്ച് ചെയ്തിട്ട് പിന്നെ നല്ല സ്ലോയിലാണ്, പിന്നെ മേളിലോട്ട് താഴോട്ട്. കണ്ടോ, അപ്പോൾ ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഒരിക്കലും സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, ട്രേഡിങ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോൾ ട്രേഡ് എടുക്കണം, സ്കാൽപ്പിങ്ങിന് വേണ്ടി എപ്പോൾ ട്രേഡ് എടുക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 ലൈൻ ഒന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെ അടുത്ത മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ അടുത്ത കാര്യങ്ങൾ തീരുമാനിക്കാൻ. 3 ലൈൻ ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഏതെങ്കിലും ഒരു ലൈൻ ടച്ച് ചെയ്തിട്ട് പിന്നെ അടുത്ത മൂവ്മെൻറ്റ് ഇവൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. ഞാനെപ്പോഴും പറയണു, ഇതൊക്കെ ജസ്റ്റ് ഒരു പ്രിഫറൻസിന് വേണ്ടി മാത്രം നമ്മൾ എടുത്ത് വയ്ക്കാമെന്നുള്ളൂ കേട്ടോ. അല്ലാതെ ഈ 3 ലൈനിലും നമ്മളൊരു ആധികാരികമായിട്ട് ഒരു വിശ്വാസത്തെ നമ്മൾ അതിനകത്ത് കൊടുക്കരുത്. ഓക്കെ, നമ്മൾ എന്നും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഇന്നൊരു ദിവസം 2 ട്രേഡ് മാത്രമേ എടുക്കാവുള്ളൂ എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയിൽ വേണം നമ്മൾ എടുക്കാൻ. ഒരു ട്രേഡുകളുടെ എണ്ണം കൂടിയാലും നമുക്ക് കുഴപ്പമാണ്, നമുക്ക് ലോസുകൾ കൂടിയുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. നമുക്ക് ഇതല്ലാതെ തന്നെ വേറൊരു ട്രേഡ് കൂടി എടുത്തു നോക്കാം. അപ്പോൾ അതുപോലെ നമ്മുടെ ടാറ്റ മോട്ടോഴ്സും തപ്പി നോക്കാം. ഓക്കെ, അവൻ്റെ അവസ്ഥ നമുക്കറിയാം. ടാറ്റ മോട്ടോഴ്സ് എവിടെ? ഓക്കെ, ഇതാ ഇവൻ്റെ അവസ്ഥ നോക്ക്. താഴേന്ന് കയറി സെൻട്രൽ ലൈനിൽ ഡാർക്ക് ബ്ലൂ ടച്ച് ചെയ്ത് അത് മേലോട്ട് കയറി. എൻ്റെ മുമ്പത്തുള്ള ദിവസം കണ്ടോ അവൻ താഴോട്ട് ഇറങ്ങി. ഇന്നത്തെ ദിവസം നോക്ക്, ഇന്നത്തെ 7:22 നേരെ മേലോട്ട് കയറിയിട്ട് താഴത്തെ ലൈൻ ടച്ച് ചെയ്തു, സെൻട്രൽ ലൈൻ ടച്ച് ചെയ്തു, തൊട്ട് മേളിലേക്ക് കയറി താഴേക്ക് ഇറങ്ങി, വീണ്ടും മേലോട്ട് കയറിയിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങണം. ഇതിനകത്ത് നമ്മുടെ പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴേക്ക് ഇറങ്ങുന്നുണ്ടല്ലോ, ആ ഏറ്റവും താഴെയുള്ള ലൈൻ ടച്ച് ചെയ്തിട്ട് വീണ്ടും താഴോട്ടാണ് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യും. അതല്ല, ആ ടച്ച് ചെയ്തിട്ട് വീണ്ടും മേലോട്ടാണ് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ സമയം കണ്ടോ, 10:05 ബഹ്റിൻ ടൈമാണ് കേട്ടോ, ഇന്ത്യൻ ടൈം അല്ല, ബഹ്റിൻ ടൈം 10:05. ഓക്കെ, ഇത് എന്നത്തെ വീഡിയോ എന്നറിയാലോ, 22/7/2024 വീഡിയോ ആണത്. ഓക്കെ, ബഹ്റിൻ ടൈം 10:05. ഇവൻ താഴോട്ട് ഇറങ്ങി ആ തൊട്ട് താഴെയുള്ള ലൈൻ ടച്ച് ചെയ്തിട്ട് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സെല്ല് സെലക്ട് ചെയ്യും. അതല്ല മേലോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈയെ സെലക്ട് ചെയ്യാം. ഓക്കെ,
നമുക്കെന്തായാലും നോക്കാം. കുറച്ച് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, വീണ്ടും നമ്മുടെ പഴയ ട്രേഡിലേക്ക് തന്നെ വരാം. ഇതിൽ ഏറ്റവും വലിയ IRCTC അല്ലേ, പഴയ മുമ്പെടുത്ത ട്രേഡ് IRCTC അല്ലേ, നേരത്തെ കാണിച്ചു തന്ന? യെസ്, IRCTC. ഓക്കെ, കണ്ടോ? അവന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ലൈൻ ടച്ച് ആണ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ഏറ്റവും താഴത്തെ ലൈൻ ടച്ച് ചെയ്തിട്ട് അവൻ മേളിലോട്ടാണോ താഴേക്കാണോ നോക്കും. മേളിലേക്ക് പച്ചയാണ് കത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസ് സെലക്ട് ചെയ്യും. അതല്ല വീണ്ടും താഴേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെല്ല് സെലക്ട് ചെയ്യും. ഓക്കെ, ഇത് പറയാൻ വേറെ കാര്യം കൂടിയുണ്ട്. മേളിൽ കണ്ടോ നിഫ്റ്റി 50 ഉണ്ടോ? നിഫ്റ്റി ഇതേ ഇപ്പം നിഫ്റ്റി ബാങ്ക് കണ്ടോ? ഇത് രണ്ടും റെഡാണ്, അത് രണ്ടും സെല്ലാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് സെല്ല് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യം കൂടി നമ്മൾ നോക്കും. നിഫ്റ്റി 50 എങ്ങനെയാണ്, ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് നമ്മൾ നോക്കും. അത് രണ്ടും കുത്തനെ താഴോട്ടാണുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ സെല്ലിലേക്ക് ഇത്ര ആക്കം കൊടുക്കണേ. ഓക്കെ, പക്ഷേ ആ താഴത്തെ ലൈൻ ടച്ച് ചെയ്തിട്ട് വീണ്ടും ഗ്രീന് കത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഷുവറായിട്ടും പെയ്യ് എടുക്കുള്ളൂ. ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴത്തെ സമയം നോക്കി വെച്ചോ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, തൽക്കാലം നമുക്ക് വേറൊരു ട്രേഡ് എടുക്കാം. വേറൊരു ട്രേഡ് കൂടി കാണിച്ചു തരാം. അംബുജ സിമെൻറ്റ് നോക്കാം നമുക്കൊന്ന്. ഓക്കെ, അംബുജ ദേ ഫ്രണ്ടിൽ തന്നെ എടുപ്പുണ്ട് അംബുജ. ഓക്കെ, വെരി ഗുഡ്. ഇത് നല്ല മൂവ്മെൻറ്റ് ഉണ്ട്. ഇന്നും നല്ല മൂവ്മെൻറ്റിലാണ് അംബുജ സിമെൻറ്റ് എടുക്കുന്നത് കണ്ടോ. ഇതും ഞാൻ പഴയ പോലെ തന്നെ പറയുന്നു. താഴത്തെ ലൈൻ ടച്ച് ചെയ്തിട്ട് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബൈ തന്നെ അടിക്കും. കഴിഞ്ഞ 2 വീഡിയോയിലും സെല്ലാണല്ലോ കൊടുത്തേ, അതുകൊണ്ടല്ല കേട്ടോ. ഞാൻ ഈ മറ്റേ റെസിസ്റ്റൻസും സപ്പോർട്ട് ലെവലും ടച്ച് ചെയ്തിട്ട് പിന്നെ അതിനുള്ള മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് ഞാനൊക്കെ പറഞ്ഞത് കേട്ടോ. വീണ്ടും മേലോട്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബൈനടിക്കും. ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റിസൾട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ബിഗിനേഴ്സ് ഉള്ളത്. ഈ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും നമ്മളൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, നിങ്ങൾക്കുള്ള സംശയങ്ങൾ നമ്മളോട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൂടി ചെയ്യുമ്പോഴാണ് നമുക്കൊരു സന്തോഷമുള്ളൂ. സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാനും ഉദ്ദേശിച്ച സംശയങ്ങൾ നമ്മളിതിൽ ക്ലിയർ ചെയ്യും. കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അടുത്ത ഇടുന്ന വീഡിയോയിൽ നിങ്ങളുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ CPRൻ്റെയും മറ്റേ സപ്പോർട്ട് ലെവലിൻ്റെ റെസിസ്റ്റൻസിൻ്റെയൊക്കെ എങ്ങനെയാണ് ഡ്രോ ചെയ്യുക, അതിൻ്റെ ലൈൻ എങ്ങനെ ഡ്രോ ചെയ്യുക കാണിച്ചു തന്നില്ലേ. അതുപോലെ നിങ്ങളുടെ ഡൗട്ടുകളും അതുപോലെ ഞാൻ ക്ലിയർ ചെയ്യും. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഉണ്ടല്ലോ ഈ ട്രേഡ് ഒരിക്കലും ഒരു വാശിപ്പുറത്ത് എടുക്കരുത്. അതായത് ഇപ്പോൾ നോർമലി നമുക്ക് ഒരു മാസത്തിൽ ഏകദേശം ഒരു 24 ദിവസം നമുക്ക് ട്രേഡ് എടുക്കാം. എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട് ഈ ഫുൾ ടൈം ട്രേഡർമാരായിട്ട് ഇരുന്നിട്ട് നമുക്ക് സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ചെറിയ ആശ്വാസമുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ശനി ഞായറൊക്കെയാണ്. ഇവന്മാർക്ക് തീരെ ആശ്വാസം ഇല്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ ശനി ഞായറാണ്. കാരണം എന്താ വെച്ചാൽ ശനി ഞായറും ട്രേഡില്ല. ഈ ശനി ഞായർ ഇവന്മാർ പ്രാന്ത് പിടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇതിലേക്കൊക്കെ ഒരു അഡിക്ഷൻ പോലെ ഇവർക്ക് ഇതിലേക്ക് സെറ്റായിപ്പോയി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഒരു മൊത്തത്തിലൊരു ഗാംബ്ലിംഗ് പോലുള്ള സെറ്റപ്പാണ്. നമ്മൾ അതിനകത്ത് കയറി നിൽക്കുക, നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള പ്രോഫിറ്റ് എടുക്കുക, ഇറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു മന്ത് എൻഡ് നോക്കുമ്പോൾ അതിൽ എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ നമ്മളത് ഗ്രീൻ, അതായത് നമുക്ക് പ്രോഫിറ്റിലാക്കി എടുക്കാം എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം. അയ്യോ, സൈറ്റിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ കോൺട്രാക്ട്. ഓക്കെ, അത് ഞാൻ നോക്കിക്കോളാം, കുഴപ്പമില്ല, ആവശ്യം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ദിവസം നമുക്ക് ഇതിനകത്ത് ഡിസിപ്ലിൻ നിർബന്ധമായിട്ട് വേണം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസം രണ്ട് ട്രേഡിൽ കൂടുതൽ എടുക്കാൻ പാടില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ നമുക്ക് വേണം. കാരണം വെച്ചാൽ 2 ട്രേഡ് എങ്ങനെയാവണം? ഫസ്റ്റ് ട്രേഡ് നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ട്രേഡ് നമുക്ക് എടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. അതേസമയം ഫസ്റ്റ് ട്രേഡ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ട്രേഡ് ഒരിക്കലും എടുക്കരുത്. ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കരുത്. ഞാൻ എന്തുകൊണ്ട് അത് എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സതിനെ സമ്മതിക്കില്ല. വീണ്ടും കാശുണ്ടാക്കണം എന്നുള്ള മൈൻഡിലേക്ക് വരും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ, നമ്മളൊക്കെ ഇതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ പല സ്വപ്നങ്ങളും കാണും. ആ സ്വപ്നങ്ങളുടെ പുറകെ നമ്മളെല്ലാവരും, ഞാനടക്കം. ഓക്കെ, അപ്പോൾ ആ സ്വപ്നങ്ങൾ നമ്മളെ പല രീതിയിലും വഴി തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഒരു ട്രേഡ് വഴി എടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ ആ ട്രേഡ് സ്റ്റാർട്ടിങ് തന്നെ ലോസിലാണ് കാണിക്കുന്നതിന് അപ്പോഴേ ക്ലോസ് ചെയ്തോണം. പിന്നെ അന്ന് വേറെ ട്രേഡ് എടുക്കരുത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമുക്ക് ഡെയിലി ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരും. നമ്മുടെ സൈഡിലേക്ക് പോകാനോ വരാനോ ബൈക്കിനായിട്ട് 100 രൂപ പെട്രോൾ അടിക്കേണ്ടി വരും എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് വെച്ചു. ശരി, നമ്മൾ സൈറ്റിൽ പോയി, സൈറ്റിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിക്ക് പോയി, നമ്മുടെ ആവശ്യങ്ങളും കഴിഞ്ഞു, തിരിച്ചു വന്നു. ശരി, ഇനി 400 രൂപയുടെ പെട്രോൾ ഉണ്ടല്ലോ, നമുക്ക് ഒന്നുകൂടി കറങ്ങിച്ച് വരാൻ പറഞ്ഞിട്ട് വീണ്ടും കറങ്ങിച്ച് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താ കുഴപ്പം? അടുത്ത 4 ദിവസം ഓടാനുള്ള പെട്രോളും കൂടിയാണ് നമ്മൾ ഈ കറങ്ങിച്ചും വരുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ മര്യാദയ്ക്ക് പോകേണ്ട സ്ഥലത്ത് പോയി തിരിച്ച് വന്ന് വീണ്ടും നമുക്ക് നാളെയും പോവാം, മറ്റന്നാളും പോവാം. അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് 4 ദിവസം നമുക്ക് അതുപോലെ പോയി വരാം. അല്ലാതെ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ കയറി വീണ്ടും ഒന്ന് കറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ 4 ദിവസം വണ്ടി ഓടില്ല ഈ 500 രൂപയുടെ പെട്രോളിൽ. ഞാൻ പറഞ്ഞതെന്താണെന്ന് എനിക്ക് ക്ലിയർ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡിസിപ്ലിൻ നിർബന്ധമാണ് ഈ ട്രേഡിങ്ങിൽ. 2 ട്രേഡ്. ഇനി ഫസ്റ്റ് ട്രേഡ് തന്നെ ലോസാണെന്ന് വെച്ചോ, പിന്നെ എടുക്കുകയോ പിന്നെ തൊടുകയോ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ട്രേഡ് പ്രോഫിറ്റിലേക്ക് വരാൻ കാരണം എന്താ? നമ്മൾ ശരിക്കും ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുമ്പോഴാണ് ഈ പ്രോഫിറ്റ് വരിക. രണ്ടാമത്തെ ട്രേഡ് കൂടുതൽ പ്രോഫിറ്റിൽ നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? വീണ്ടും കാശിനോടുള്ളൊരു ആക്രാന്തം. നിങ്ങൾക്കെന്നല്ല, എല്ലാവർക്കും ഉള്ളതാണത്, എനിക്കും ഉള്ളതാണത്, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ആ ആക്രാന്തം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആക്രാന്തം എന്ന് പറയുന്നില്ല, എന്നിരുന്നാലും ആ ഒരു ജ്വരത്തോട് നമ്മൾ വീണ്ടും അടുത്ത ട്രേഡ് എടുക്കും. അത് ചിലപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ പ്രോഫിറ്റ് കളഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണേ. നിങ്ങൾ ഞാനത് ട്രേഡിങ് നടത്തി പരിചയമുള്ളവരാണെങ്കിൽ അവർക്ക് നല്ല അനുഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കിത് മാക്സിമം പ്രോഫിറ്റിൽ എത്ര നാൾ ഓടിക്കാം എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കണേ. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ഒരു മാസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 24 ദിവസം നമുക്ക് നോർമലി ഹോളിഡേയ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് 24 ദിവസം ട്രേഡ് ചെയ്യാം. ആ 24 ദിവസത്തിനകത്ത് മാക്സിമം നമ്മൾ 20 ദിവസം പ്രോഫിറ്റിലും ഒരു 4 ദിവസം ലോസിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ വരില്ല. എന്ന് വെച്ച് ഡെയിലി ട്രേഡ് എടുക്കുകയാണെന്നും അല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാനിത് ട്രേഡിനോട് ഇങ്ങനെ ജ്വരം കൂടിയവരുടെ കേസായി പറഞ്ഞേ. ഞാനൊക്കെ അതിൽ പെട്ടിരുന്ന ആളാന്നേ. ഇപ്പോൾ അതിന്മേലൊക്കെ ഒരു മാറ്റം വന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ ട്രേഡ് എടുക്കണമെന്ന് ഞാൻ നോക്കി വയ്ക്കും. ഇന്ന് ആ ട്രേഡ് എങ്ങനെയാണ് ക്ലോസ് ചെയ്തത്, ഇന്നതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, അവൻ ഏറ്റവും ലോയിൽ വന്നിട്ടാണോ നിൽക്കണതെന്ന് എന്നുണ്ടെങ്കിൽ നാളത്തേക്ക് അവൻ ബൈയിലേക്കുള്ള ചാൻസ് ഉണ്ടല്ലോ എന്നെങ്കിലും മനസ്സിൽ വയ്ക്കും. ചാൻസ് ഉണ്ടല്ലോ എന്ന്, ബൈ അടിക്കാന്നുള്ളതല്ല, ചാൻസ് ഉണ്ടല്ലോ എന്ന് നോക്കി വയ്ക്കും. ഓക്കെ, ഇപ്പോൾ ഇന്നിപ്പോൾ അവൻ നല്ല പ്രോഫിറ്റിൽ നിൽക്കണമെങ്കിൽ നാളെ അപ്പോൾ അവൻ താഴേക്ക് സെല്ലിലേക്ക് ചാൻസ് ഉണ്ടല്ലോ എന്ന് ഞാൻ നോക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം വേറെ ട്രേഡ് എടുക്കരുത്, അതോടെ സ്റ്റോപ്പ് ചെയ്യാം. അതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത രണ്ടാമത്തെ ട്രേഡ് എടുക്കുന്നത് ലോസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത രണ്ടാമത്തെ ട്രേഡ് എടുക്കുന്നത് എന്തായിരിക്കും? റിവെഞ്ച് ട്രേഡായിരിക്കും. എങ്ങനെ റിവെഞ്ച്? നേരത്തെ പോയ കാശ് തിരിച്ചു പിടിക്കാനുള്ള റിവെഞ്ച്. അതൊരിക്കലും ചെയ്യരുത്. കാരണം ഒരിക്കലും ചെയ്യരുതെന്ന് നമ്മൾ ചെയ്തു പോകും. കാരണം എന്ന് വെച്ചാൽ ഈ പോയ കാശ് നമുക്ക് തിരിച്ചു പിടിക്കണമല്ലോ, അതിൻ്റെ ആ ജ്വരത്തിൽ നമ്മൾ അടുത്ത ട്രേഡ് എടുക്കും. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാണ്ടും നമ്മൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കാണ്ടും, കാരണം പെട്ടെന്ന് ഇടുന്ന ട്രേഡാണ്. എന്താ കാരണം? നമുക്ക് ആ പോയ കാശ് പിടിക്കണം എന്നുള്ളൊരൊറ്റ മൈൻഡ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതിൻ്റെ മൂവ്മെൻറ്റ്സോ ഇതിൻ്റെ സപ്പോർട്ട് ലെവലോ മറ്റേ റെസിസ്റ്റൻസ് ലെവലോ അതൊന്നും നമ്മൾ നോക്കില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്താ ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലുണ്ടാവുള്ളൂ, നേരത്തെ പോയ കാശ് നമുക്ക് തിരിച്ചു പിടിക്കണം. അല്ലെങ്കിൽ കാശ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല, മുതലെങ്കിലും ഒപ്പിക്കാനായിട്ട് നമ്മൾ വീണ്ടും അടുത്ത ട്രേഡ് എടുക്കും. അതിലാണ് പണി പാളാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് നല്ലൊരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യണം. ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഈ ട്രേഡ് ഒരിക്കലും ജീവിതവരുമാനമാർഗമാക്കി എടുക്കരുത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് നമ്മൾ ഇതൊരു ഗെയിമായിട്ട് എടുക്കുക. എങ്ങനെ ഗെയിമായിട്ട് എടുക്കുക? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ബൈക്കിൽ ഫ്യൂൽ ഒഴിക്കുന്ന പോലെ 100 രൂപയ്ക്ക് ദിവസം ഓടി വരേണ്ടത് ഞാൻ 500 രൂപ ഫ്യൂൽ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? ആ ഒരു ദിവസം പോയി വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 4 ദിവസം ഓടണം. ആ ലെവലിൽ വേണം നമ്മൾ ഇതിനെ കാണാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇനി നമ്മൾ ഇതിനകത്ത് പോകാമെന്ന് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്യാപിറ്റൽ എങ്ങനെ കുറയുക? ഓരോ ട്രേഡ് എടുക്കുമ്പോൾ അതിൻ്റെ ബ്രോക്കറേജ് ഫീയും കാര്യങ്ങളും, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ബ്രോക്കറേജ് ഫീയും കൊടുക്കണം, ടാക്സും എല്ലാം നമ്മൾ കെട്ടണം, വേണ്ടേ? അപ്പോൾ എടുക്കുന്ന ട്രേഡുകളെല്ലാം നമ്മളത് പ്രോഫിറ്റിലാക്കിയാൽ മാത്രമേ നമുക്കതുകൊണ്ട് ഗുണങ്ങളുള്ളൂ. മനസ്സിലായോ? ഈ കഴിഞ്ഞ വീട്ടിൽ ഒരാൾ ചോദിച്ചതാണ് നമുക്ക് ഇതിനകത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ഇപ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ കാൽക്കുലേറ്ററും സാധനങ്ങളൊന്നും എടുക്കണ്ട. ഇതിനകത്ത് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൽ നമുക്ക് നോക്കിയാൽ കാണാം. താഴത്ത് നോക്കിയേ, 3ാമത്തെ സാധനം പോർട്ട്ഫോളിയോ. ഈ പോർട്ട്ഫോളിയോ നമ്മളെന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോർട്ട്ഫോളിയോയിൽ നമുക്കറിയാം നമ്മളുടെ എത്ര പ്രോഫിറ്റ് നമ്മൾ ഉപയോഗിച്ച ക്യാപിറ്റലിൽ നിന്നും നമുക്ക് എത്ര പ്രോഫിറ്റിൽ കിട്ടിയിട്ടുണ്ട്, എത്ര ലോസ് ആയിട്ടുണ്ട് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോൾ എൻ്റെ ഓപ്പൺ ആക്കി ഒന്നും കാണില്ല, കാരണം ഇന്ന് ഞാൻ ട്രേഡൊന്നും എടുത്തിട്ടില്ല, അത് 0 ആയിരിക്കും. ഇപ്പോൾ ഈ പോർട്ട്ഫോളിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു 500 രൂപ ലോസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ റെഡ് കത്തുമ്പോൾ പോർട്ട്ഫോളിയോ ഓപ്പൺ ആക്കിയിട്ട് അതിൽ റെഡ് കത്തുമ്പോൾ 500 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. 500 വീണ്ടും ലോസിലേക്കാണ് പോകണമെന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നാളെ അപ്പോൾ തന്നെ അത് ക്ലോസ് ചെയ്ത് മാറ്റാം.
ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ തന്നെ ഒരുപാട് ഇതുകളുണ്ട്, ഒരുപാട് മൈ ലിസ്റ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യാം. അശോക് ലേലാൻഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അശോക് ലേലാൻഡ് ഇങ്ങനെ ആഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട. അശോക് ലേലാൻഡ് റൈറ്റ് സൈഡിലുണ്ട് ഒരു പ്ലസ് ബട്ടൺ കണ്ടത്. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മുടെ മൈ ലിസ്റ്റ് ചാടും. എൻ്റെ ആ മൈ ലിസ്റ്റ് നേരത്തെ കണ്ട സാധനങ്ങളൊക്കെ ഇതുപോലെ സെർച്ച് ചെയ്ത് എടുത്തേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ മൈ ലിസ്റ്റ് ചാടി. ഇപ്പോൾ നോക്കിക്കോട്ടോ, ഉണ്ടോ, അത് ഏറ്റവും ടോപ്പിലുണ്ട്. ഇനി നമുക്ക് ഇത് ഏറ്റവും ടോപ്പിലേക്ക് അത് മാറ്റം ചേഞ്ച് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ ഒരു അംബുജ സിമെൻറ്റാണ് നമുക്ക് ഏറ്റവും മേളിൽ കയറ്റേണ്ടതെന്ന് വെച്ചോ. ഇപ്പോൾ എന്ത് ചെയ്യുക, അംബുജ സിമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഹോൾഡ് ചെയ്ത് പതിയെ മേളിൽ സ്വൈപ്പ് ചെയ്യുക, കണ്ടോ. അപ്പോൾ അംബുജ സിമെൻറ്റ് ഏറ്റവും മേളിലായി. അശോക് ലേലാൻഡിൻ്റെ തൊട്ട് താഴെ. നമുക്ക് തന്നെ ഇപ്പോൾ നാളെ ഏത് ട്രേഡ് എടുക്കണമെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അശോക് ലേലാൻഡ് പോക്ക് നോക്കി. അശോക് ലേലാൻഡ് ഇത് കണ്ടിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനോടും പറ്റണില്ല. ഒരു വർഷത്തെ മൂവ്മെൻ്റ് ഉണ്ടോ, ഇത്രയുണ്ട്. ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഇതൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നോട് പറ്റില്ല. അതിന് കാരണം എന്താ അറിയോ, ഇതാ നോക്കി, ഇതിന് ഇത്രയും കയറി സപ്പോർട്ട് ലെവലും ഉള്ള ലെവലും റെസിസ്റ്റൻസും ഒക്കെ കഴിഞ്ഞ് ഇനി മേളിലോട്ടാണോ താഴോട്ടാണോ ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. അവൻ്റെ ഇത് സമ്മറി എടുത്ത് നോക്കും. സമ്മറി 60% ആൾക്കാർ താഴെ കിട്ടുന്നു, 40% ആൾക്കാർ പ്രോഫിറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 60% ആൾക്കാർ താഴോട്ട് വരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അടിച്ചേക്കണേ. അവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ 40% ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടി കാണണം. അത് താഴേന്നേ കയറിയിട്ടുണ്ടെങ്കിൽ കണ്ടോ. ആ 52 വീക്സ് ഉണ്ടോ, ഇന്നത്തെ ടുഡേസിന് നോക്കി. ടുഡേസിൽ അവൻ ഏറ്റവും ടോപ്പിലുള്ള ആ ചെറിയൊരു ആരോ ഉണ്ട്, ചെറിയൊരു കറുത്ത പുള്ളി. 52 വീക്സിൻ്റെ നോക്കി. 52 വീക്സിൽ അവൻ ഉണ്ടോ എത്ര കയറിയിട്ടുണ്ടെന്ന് നോക്കി. ഇന്നത്തെ നോക്കി, ഇന്നത്തെ അവൻ ടോപ്പാണ്. 52 വീക്സിൻ്റെ അവൻ ടോപ്പല്ല. ഇന്നത്തെ അവൻ ഏറ്റവും ടോപ്പിലുള്ളത്. ഓക്കെ, ഉണ്ടോ 40%, 60% പേര് താഴോട്ട് വരുന്ന പ്രതീക്ഷിക്കാം. നമ്മളൊന്നും ഒരിക്കലും ഇത് വെച്ചിട്ടൊന്നും ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യരുത് കേട്ടോ. അതൊക്കെ മണ്ടത്തരാണ്. കാരണം ആ 60% ആൾക്കാരും കാശ് പോയേക്കാണ്. അവൻ താഴോട്ട് വരും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. കാരണം ആ കണ്ടീഷൻ അവൻ മുകളിലേക്ക് പൊങ്ങിയേക്കണേ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ഡിസിപ്ലിൻ അത് മസ്റ്റാണ്. ഡിസിപ്ലിനായിട്ട് ഗെയിം മോഡ് ഈ ഒരു ഡിസിപ്ലിനായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ടയും പിടയും മുടങ്ങുന്നുള്ളതാണ്. കാശ് പോവും. എൻ്റെ പോയിട്ടുള്ളതുകൊണ്ട് ഞാനീ പറഞ്ഞത്. എൻ്റെ ഒരുപാട് രൂപ അതിനകത്ത് പോയി കളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കാൻ നിൽക്കുന്നത്. കാശ് പോയി എല്ലാം കഴിഞ്ഞവനിക്കാണല്ലോ. എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത് ബോധോദയം ഉണ്ടായത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ പറയുന്നത്. നമ്മളുടെ ആ പേപ്പർ ട്രേഡ് എടുക്കാൻ പോയ മിടുക്കന്മാരൊക്കെ എവിടെ? ഇതൊക്കെ ഒന്ന് ലൈക്ക് എന്നും സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടോ പ്ലീസ് കേട്ടോ. എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം നോക്കി 10:43 ബൈരൻ ടൈമാണ് കേട്ടോ. ഇവിടെ പ്രഡിക്ഷൻസ് എന്തായാലും നോക്കാം, ജസ്റ്റ് നോക്കി വയ്ക്കാം. അംബുജ ആയിക്കോട്ടെ ആദ്യം. അംബുജ ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ സെൻറ്ററിലുള്ള ബ്ലൂ ലൈൻ ടച്ച് ചെയ്തിട്ട് അടുത്ത് ഗ്രീനായിരുന്നു. നേരെ ആ മേലോട്ട് കയറി. അടുത്ത വീടിന് താഴോട്ട് ഇറങ്ങി. ഇടയ്ക്ക് ഞാൻ ബാക്ക് ടു ബാക്ക് ഗെയിം കളിക്കാറുണ്ട് കേട്ടോ. ആ മേലോട്ട് ഇറങ്ങുമ്പോൾ ഞാനും മേലോട്ട് കയറും, ആ താഴോട്ട് ഇറങ്ങുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് ഇറങ്ങും. പലരും കളിച്ച് പരിചയമുണ്ടാവും. മറ്റേ ആ ലൈൻ മറ്റേ എങ്ങനെയാണ് മറ്റേ റെസിസ്റ്റൻ്റ് ലൈൻ വരയ്ക്കണമെന്ന് അറിയാലോ. ആ പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പെൻസിൽ ബട്ടൺ എവിടെയാണ്? ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ. പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നേരെ പെൻസിൽ ബട്ടൺ സെലക്ട് ചെയ്ത് എടുക്കുക. നേരെ വരാം ഹൊറിസോണ്ടൽ. എന്നിട്ട് നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ ലൈൻ വരും കണ്ടോ. അവിടെ നമുക്ക് വേണ്ടത് നമുക്ക് അവിടെ ലൈൻ വരും. അത് അതിൻ്റെ ആവശ്യമില്ല. CPR യൂസ് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമില്ല. ഞാനെപ്പോഴും CPR നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അതിനകത്ത് എങ്ങനെയാണ് വേണ്ടതെന്ന് ഒരാൾ കമൻറ്റ് ചോദിച്ചുകൊണ്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം കേട്ടോ. ഞാൻ റിപ്ലൈ തരാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് വിടുമ്പോഴാണ് നമുക്ക് അതിനകത്തൊരു വീണ്ടും അടുത്ത വീഡിയോ ചെയ്യാനൊരു ഇതുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഒരു 1000 സബ്സ്ക്രൈബറൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു ലൈവ് ട്രേഡിന് ഇരിക്കാം. എല്ലാവരും ചേർന്നിട്ട് നമുക്കെല്ലാവരും ചേർന്നിട്ട് പേപ്പർ ട്രേഡിനുള്ള പിള്ളേരൊക്കെ പേപ്പർ ട്രേഡ് ഇത് പഠിക്കട്ടോ. ഓക്കെ, ആ പേപ്പർ ട്രേഡ് ചെയ്യണമാരൊന്നും കമൻറ്റിൽ പിന്നെ കണ്ടിട്ടേ ഇല്ല. കാരണം ഒന്നും പേപ്പർ ട്രേഡ് ചെയ്തിട്ടില്ല. ഒക്കെ കാശിട്ട് അവിടെ നിന്ന് കളഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊന്നും ഇപ്പോഴൊന്നും അതിന് മറുപടി വരില്ല. കാശ് കളഞ്ഞിട്ട് വരട്ടെ. ഇപ്പം ഇനി ഞാനും പണ്ട് കാശ് കളഞ്ഞിട്ട് വന്നിട്ട് പിന്നീട് എനിക്ക് മനസ്സിലാവില്ല. അവന്മാർക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. അടുത്തത് നമ്മുടെ വേറെ ഏത് ട്രേഡാണ് നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്? നോക്കട്ടെ. അംബുജ സിമെൻറ്റ് നമ്മൾ പറഞ്ഞതല്ലേ. ഇവനല്ലാതെ വേറെ ഏതാ നമ്മൾ പറഞ്ഞിരുന്നത്? ഇവനെ നമുക്ക് വേണ്ട. ഇവനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. ഡിലീറ്റ് അല്ല, ബാക്ക് അടിക്കാം. അശോക് ലേലാൻഡ്. ഞാൻ പറഞ്ഞില്ലേ അശോക് ലേലാൻഡ്.
അവൻ്റെ ആ വരവ് കണ്ടപ്പോഴേ എനിക്കറിയാം താഴോട്ടൊന്നും വരില്ല. അപ്പോൾ ആ 60% ആൾക്കാരും കാശ് പോയി എന്നുള്ളതാണ്. നേരെ സമ്മറിയിലേയും കാണിച്ചില്ലായിരുന്നോ, 60% ആൾക്കാരും താഴോട്ട് വരുന്ന പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, വന്നില്ല. അവൻ മേളിലോട്ട് തന്നെയാണ് പോയത്. കുറച്ച് നേരം താഴോട്ടും മേളിലോട്ടും കളിച്ചിട്ട് വീണ്ടും വേണ്ട, ഇപ്പോഴും 63% ആൾക്കാർ ഇപ്പോഴും അവൻ താഴോട്ട് വരുന്ന നോക്കിയിരിക്കതെ. 2 ഡേയ്സിൻ്റെ ഹൈ ലോയി നോക്കി, 52 വീക്സിന് നോക്കി. 52 വീക്സിൽ അവനിക്ക് 240 ഉണ്ട്. 2 ഡേയ്സിൽ നോക്ക്, അവൻ ഏറ്റവും ടോപ്പിലുള്ള. എന്നിട്ടും 62% ആൾക്കാർ അവൻ താഴേക്ക് വരുന്നു പറഞ്ഞിട്ട് സെല്ലടിച്ച് വെച്ചേക്കണേ. അവരൊക്കെ കാശ് പോയിട്ടുണ്ട്. ഈ 38% ആൾക്കാരും കാശ് കിട്ടിയെന്നുള്ളല്ലോ കേട്ടോ. അവർ ഏറ്റവും താഴേന്ന് കയറിയിട്ട് കാശ് കിട്ടിയിട്ടുണ്ടാവും. താഴേന്ന് കയറിയിട്ട് നേരെ ചുരുക്കം ആൾക്കാരുണ്ടാവുള്ളൂ. കുറച്ച് അവന്മാരൊക്കെ ഈ മേളിൽ നിന്ന് കയറിയവരായിരിക്കും, അത് മേളിലോട്ട് കയറിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരെണ്ണം ടാറ്റ മോട്ടോഴ്സിൻ്റെയാണ്. ദേ അതുപോലെ തന്നെ കണ്ടോ, അവൻ ആ നേരെ താഴോട്ടാണ് വന്നേ, കണ്ടില്ലേ? അവൻ്റെ ആ വൈഡായിട്ടുള്ള ആംഗിൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ മേലോട്ട് കയറില്ല താഴോട്ടായിരിക്കും എന്നുള്ളത്. ദേ ആ താഴേന്ന് കയറി മേളിലേക്ക് കയറി, പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും അവൻ മേലോട്ട് കയറിയില്ല, അവൻ ടച്ച് ചെയ്തിട്ട് നേരെ താഴോട്ട് വന്നത്. കാരണം അവൻ്റെ ആ വൈഡായിട്ടുള്ള പോക്ക് കണ്ടപ്പോഴേ അറിയായിരുന്നു അത് ഈ കോലത്തിലേ വരുള്ളൂ എന്നുള്ളത്. അതിൽ നമ്മുടെ പ്രഡിക്ഷൻ തെറ്റിയില്ല, താങ്ക് ഗോഡ്. എൻ്റെ പ്രഡിക്ഷൻ തെറ്റില്ല എന്ന് വെച്ചിട്ട് അത് വലിയ ആനക്കാരൊന്നുമില്ല കേട്ടോ. എൻ്റെ പ്രഡിക്ഷൻസൊക്കെ ഒരുപാട് വട്ടം തെറ്റിയിട്ടുണ്ട്, ഒരുപാട് വട്ടം കാശ് പോയിട്ടുണ്ട്. ഈ ചില മൂമെൻറ്റ്സ് കാണുമ്പോൾ നമുക്ക് ചില തോന്നലുകളുണ്ടാവും. ആ തോന്നൽ എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. ഇന്നെന്തോ അത് ശരിയായിരുന്നു. ഞാൻ ആ അശോക് ലൈലാൻ്റെ കാര്യം പറഞ്ഞു, അതിലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം അത് ആ കണ്ടീഷനിലായിരുന്നേ. അത് അത്രയും മുകളിലോട്ട് കയറിയിട്ട് ശൂന്യാകാശം തട്ടി എല്ലാം തട്ടിയിട്ടത്. കഴിഞ്ഞ അവൻ എങ്ങടെ കയറണമെന്ന് എനിക്കറിയില്ല. എന്നാൽ താഴോട്ട് ഇറങ്ങാനും പോകുന്നില്ല. 14 പേര് താഴോട്ട് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ കാശ് മുഴുവൻ കളഞ്ഞിട്ട് അവിടെ ഒരുപാട് 14% ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, കമൻറ്റ് ചെയ്യുമ്പോൾ ഞാനുള്ള റിപ്ലൈ കൊടുക്കാം. IRTC അതുപോലെ തന്നെ കുറേശ്ശെ ഒന്ന് താന്ന് വീണ്ടും താഴത്തെ ലൈൻ ടച്ച് ചെയ്തിട്ട് വീണ്ടും മേളിലിട്ട് കയറിയിട്ടുണ്ട് 10:47. ഇനി ഏറ്റവും ടോപ്പിലെ ലൈൻ ടച്ച് ചെയ്തിട്ട് അവൻ താഴോട്ടാണോ മേളിലോട്ടാണോ നോക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ട്രേഡ് നിശ്ചയിക്കാൻ, കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. ഈ കഴിഞ്ഞ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും കുറച്ച് ആൾക്കാരൊക്കെ വിട്ട് നമ്മൾ ഗ്രൂപ്പിൽ തെരുവ് അറിയിപ്പിച്ചില്ലേ, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തവണത്തെ വീഡിയോ ഇട്ടത്. അതുകൊണ്ട് എനിക്ക് നന്നായി, അതിലെനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. നമ്മൾ അവരെ ദ്രോഹിക്കാനോ അവരെ വയറ്റിത്തടിക്കാനോ ചെയ്തതല്ല. ഈ പാവങ്ങളായ പിള്ളേരെ പറ്റിച്ചിട്ട് നമ്മളങ്ങനെ ഒരുത്തിനും അങ്ങനെ മുന്നേറണ്ടെന്നുള്ളൊരു ചിന്താഗതി എനിക്കുള്ളതുകൊണ്ടാണ്. അവൻ പറ്റിച്ചോട്ടെ, അവനക്ക് പറ്റുന്ന ആൾക്കാരെ പറ്റിച്ചോട്ടെ. ഈ പാവങ്ങളായ പിള്ളേരെ വീഡിയോ ഓൺലൈനിൽ അവന് യൂട്യൂബിൽ നിന്നും കാശുണ്ടാക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ടെലിഗ്രാമിൽ വിളിച്ച് ആൾക്കാരെയും പറ്റിച്ച് ഇതൊക്കെ മറ്റേ ക്ലാസ് എടുത്തും പറ്റിക്കുക. അത് കഴിഞ്ഞ് AI റോബോട്ട് എടുത്ത് അതും പറ്റിക്കുക. പറ്റിപ്പ് തന്നെ കുറച്ച് ശീലമായി കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നത്. അതിന് ഇനി അവന്മാർ വിളിച്ച് വരട്ടെ. ഇനി വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ആ ഡിലീറ്റ് ചെയ്ത് ആ കമൻറ്റ് വെച്ചാൽ അവരെ വെച്ചിട്ട് തന്നെ അടുത്ത വീഡിയോ ചെയ്യും ഞാൻ. കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് ട്രേഡിങ്ങിൽ ഇഷ്ടംപോലെ കണ്ടൻറ്റുകളുണ്ട്. ഓക്കെ, SBIൻ്റെ ഉണ്ടോ, SBI ഇതും ഈ കോലത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കുത്തരൊരൊറ്റ ഇറക്കം, കുറച്ചൊന്ന് കയറി അവിടെ നിൽക്കണു, വീണ്ടും അവന് താഴോട്ടാണോ മേലോട്ടാണോ എന്നുള്ളത് നമുക്ക് പ്രഡിക്ഷൻ പറ്റില്ല. എന്തായാലും അങ്ങനെ നിൽക്കട്ടെ. എനിവേ ഗൈസ്, ഞാൻ വീഡിയോ ഇപ്പോൾ തന്നെ അരമണിക്കൂറായി, ഞാൻ അതിൽ വലിച്ചു നീട്ടിയാൽ ബോറാക്കുന്നില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. 1000 സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ലൈവായിട്ട് ഒന്ന് ട്രേഡ് ചെയ്യാം. ഓക്കെ, ലൈവായിട്ട് നിങ്ങളുടെ ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. ആ പേപ്പർ ട്രേഡ് ചെയ്യാൻ പറഞ്ഞ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആയിട്ട് വാട്ടോ, അവരെന്തായി പേപ്പർ ട്രേഡിങ് തുടങ്ങിയോ ഇല്ലയോ? അവന്മാരൊന്നും ഒറ്റ റിപ്ലൈ ചെയ്യില്ല. കാരണം ഒരൊറ്റ ഒരെണ്ണം പേപ്പർ ട്രേഡ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം പേപ്പർ ട്രേഡ് ചെയ്യാൻ ഗുണമില്ലല്ലോ. ആ കയ്യിലുള്ള കാശ് മുഴുവൻ കൊണ്ടുപോയി ഈ കണി കണ്ട സ്റ്റോക്ക് കൊണ്ടുപോയി കൊടുത്ത് തീർത്ത് നശിപ്പിച്ചിട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് പിടിക്കാം. പേപ്പർ ട്രേഡിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരാളും വേണ്ടിയിട്ടില്ല. പേപ്പർ ട്രേഡിനെ കുറിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ അവരെന്നോട് പറയട്ടോ, ഞാൻ എൻ്റെ ഒരു ഡെമോ ചെയ്യാം. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഈ സ്റ്റോക്കുകളെ കുറിച്ചിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടും ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യരുത്. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിനെ വാങ്ങിക്കുന്ന പരിപാടിയാണ്. അതെല്ലാവരും നിങ്ങൾ മനസ്സിൽ കണ്ടോ. നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ഞാനത് മാനത്ത് കാണും. ഓക്കെ, എനിവേ ഗൈസ്, താങ്ക്സ് ഫോർ സപ്പോർട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.